Hello friends, welcome to 𝙑𝙗𝙀𝙗 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്ലിപ്കാർട്ടിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ് നമ്മൾ എന്താ പറയുക മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു സംഭവം പറഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കൂടെ നമുക്കൊരു പേഴ്സണൽ ലോൺ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫ്ലിപ്കാർട്ടിന് പേ ലേറ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പേ ലേറ്റർ അവർ ആക്ച്വലി അവരുടെ ബാങ്കിങ് പാർട്ണർ IDFC ബാങ്കാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ പിന്നെ പോലെ തന്നെ അവർക്ക് ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ബാങ്കായിട്ട് ഒരു ടൈപ്പ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൻ്റെ പേ ലേറ്ററിൻ്റെ ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും കേട്ടോ. അതായത് നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് IDFC ബാങ്ക് നമുക്ക് പേഴ്സണൽ ലോൺ തരുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് ത്രൂ ആണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഫ്ലിപ്കാർട്ടിലാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഈ ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. നിങ്ങൾ പേ ലേറ്ററിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ പേ ലേറ്ററിൻ്റെ ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഓഫർ താമസിക്കാതെ വരും. അപ്പോൾ ഈസിയാണ്. നമുക്ക് 24 മന്ത് വരെ നമുക്ക് ഈ എന്താ പറയുക ഒരു മാസം നമുക്ക് അടവെടുക്കാൻ പറ്റും. അപ്പോൾ അതായത് നമുക്ക് 24 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു കുറഞ്ഞ EMI തന്നെ നമുക്ക് പേഴ്സണൽ ലോൺ കിട്ടും. അപ്പോൾ എനിക്ക് ആക്ച്വലി അപ്രൂവ് ആയിക്കുന്നത് ഒരു 50,000 ആണ് വന്നേക്കുന്നത്. ഞാൻ എടുത്തിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും വീഡിയോ പർപ്പസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയതായിട്ട് വന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ Instagram Facebook ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മളതിലും അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടാ. പിന്നെ ആമസോണിൻ്റെ ലിങ്ക് നിങ്ങൾ കണ്ടായിരിക്കും. നമ്മുടെ ചാനലിൽ പോയി നമ്മൾ ആമസോണിൽ തുടങ്ങിയിരുന്നു. ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കാനുള്ള ഒരു വെബ്സൈറ്റ് തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലിൽ പോകേണ്ടത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പിലേക്കാണ്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പിലേക്ക് പോയി. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി തന്നെ നമ്മുടെ ഇവരുടെ പേ ലേറ്റർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വലിയ ഓഫറും കാര്യങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പേ ലേറ്റർ പിന്നെ പോരാതെ ഞാൻ ഫ്ലിപ്കാർട്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ആപ്പ് പുതിയതായി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ ക്രെഡിറ്റ് എന്ന് ഇവിടെ കാണാം. അപ്പോൾ ക്രെഡിറ്റിൽ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പേ ലേറ്ററിൻ്റെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ സംഭവങ്ങൾ വരും. എനിക്കിവിടെ ഓൾറെഡി വരുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ക്രെഡിറ്റ് അപ് ടു 1 lakh പേ ലേറ്റർ ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് EMI ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് ക്ലോസ് ചെയ്താണ് ഇപ്പോൾ റീസെൻ്റ്ലി. പിന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം 2-wheeler ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ. അതിൻ്റെ താഴെയായിട്ട് കണ്ടു. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഹേ യു ആർ എലിജിബിൾ ഫോർ എ പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫ് 47,000 ആണ് നമുക്കിപ്പോൾ അപ്രൂവൽ വന്നേക്കുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സൈറ്റിലേക്ക് പോകും. കണ്ടു കൺഗ്രാജുലേഷൻസ് ചാർജ് യു ആർ എലിജിബിൾ ഫോർ എ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഓഫ് 47,000. നമുക്ക് 30,000-ൻ്റെയും ഇടയിൽ 40,000-ൻ്റെയും നമുക്ക് എത്ര വേണമെങ്കിൽ വാങ്ങിക്കാട്ടെ. കണ്ടു വാങ്ങിക്കാൻ നല്ല എടുക്കാം. നമുക്കത് EMI ആയിട്ട് 12 മാസത്തിന് നമുക്ക് അവൈലബിൾ ആണ്. 24 മാസം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പുകളോ വേണ്ടോ. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. ഞാനത് എന്തായാലും എടുക്കണമെന്നില്ല. നമ്മളെന്തായാലും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു EMI-ൻ്റെ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 എടുക്കുകയാണെങ്കിൽ നമുക്ക് 12 മാസമൊക്കെ ആണെങ്കിൽ നമുക്ക് പെർ മന്ത് നമുക്ക് 3,015 വരുന്നുണ്ട്. 24 മാസമാണെങ്കിൽ 17 നമുക്ക് 1711 വരുന്നുണ്ട് കേട്ടോ. അത് 47 നമുക്ക് ഫുൾ എടുക്കുകയാണെങ്കിൽ 12 മാസമാകുമ്പോൾ 4,723 വരുന്നുണ്ട്. 24 മാസമാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ആ റേറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു വേണമെങ്കിൽ അസിസ്റ്റിങ് ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേണ്ട. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ. 30-ൻ്റെയും 47-ൻ്റെയും ഇടയിൽ എത്ര വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ കണ്ടു. 36, 32 അതിനനുസരിച്ച് ഇവിടെ മാറണമുണ്ട്. പ്രൊസീഡ് അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്സ് ഉള്ളൂ. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. വേറെ സംഭവമൊന്നും ഉണ്ട്. നമുക്ക് 4 സ്റ്റെപ്പും കൂടെ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്യുക, EMI സെലക്ട് ചെയ്യുക, പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് അടിക്കുക. പിന്നെ നമുക്കൊരു KYC ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്സ് കഴിഞ്ഞു അത്ര ഉള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിനെ ലൈവ് ചാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടെ ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ പ്രീ അപ്രൂവ്ഡ് ആയതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു 90% നമുക്കത് എന്താ പറയുക കിട്ടും. ഒരു 10% അത് റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ്. അത് എന്തെങ്കിലും ഇപ്പോൾ KYC ഇഷ്യൂ അങ്ങനെ ചെറിയ ഇഷ്യൂ ആയിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പ്രീ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക 90% ഉറപ്പിക്കാൻ നിങ്ങൾക്ക് ആ സംഭവം കിട്ടുന്നത്. അതിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആയാലും ഇങ്ങനെ പേഴ്സണൽ ലോൺ ആയാലും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ട് കൂടെ നമുക്കിപ്പോൾ പേഴ്സണൽ ലോൺ ഓഫർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും ഇങ്ങനെ നിങ്ങൾ പേ ലേറ്റർ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഓഫർ വരും. എന്താ വെച്ചാൽ അവരുടെ പേ ലേറ്ററിൻ്റെ ബാങ്കിങ് പാർട്ണർ IDFC ബാങ്കാണ്. അപ്പോൾ അവരാണ് ഈ ഓഫർ തരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മൾ ഹെൽത്തിൻ്റെയും അതുപോലെ തന്നെ ഹെൽത്ത് പ്രൊഡക്ട്സിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ചാനലിൻ്റെ പേര് 𝙬𝙬𝙬𝙯 ആണ്. കാണാത്തവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അതർ ചാനൽസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.